ഹലോ ഫ്രണ്ട്സ്, ഈ വേനൽച്ചൂടിന് അല്പം ആശ്വാസം കിട്ടാൻ സൂപ്പറായിട്ടൊരു സ്ഥലം സജസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ കാസർഗോഡ് ഒരു യാത്ര നടത്തി. ആ യാത്ര അവസാനിപ്പിച്ചത് ഇവിടെയാണ്, അതായത് വീലാൻഡ് തൃക്കരിപ്പൂർ. മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നതും ഇങ്ങനെയൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക 750 രൂപ, 500 രൂപ, 300 രൂപ ഇതേപോലെയാണ് ടിക്കറ്റ് നിരക്കൽ. ഇതിന് 750 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ റൈഡിനും കയറാൻ പറ്റും. 500 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വാട്ടറിൽ മാത്രമേ കയറാൻ പറ്റൂ. പിന്നെ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഓരോരോ പ്ലാനാണ്. അവിടെ അങ്ങനെ ടിക്കറ്റ് എടുക്കുക, അവരൊരു ബാൻഡ് കെട്ടിത്തരും വീലാൻഡിൻ്റെ. എന്നിട്ട് ഉള്ളിലോട്ട് പോകുക. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വിശാലമായൊരു ഒരു സ്ഥലമാണെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ല കേട്ടോ. വെള്ളം കണ്ടപാടെ പിള്ളേരെല്ലാം അതിലായി. എല്ലാ തരത്തിലുള്ള വാട്ടർ റൈഡും ഉണ്ട്, വേവ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, റെയിൻ ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് ഇതാണ്. ആ ടിക്കറ്റ് റേറ്റിന് അതുപോലെ കിട്ടുന്നത് സൂപ്പറാണ്. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് നല്ല ലൊക്കേഷനായിരുന്നു. എനിക്ക് പോയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിസ്മയനെ കാണാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടീ സ്റ്റോളുണ്ട്, ഐസ്ക്രീം ഉണ്ട്, സ്നാക്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വന്നത്. ഇതൊക്കെ കൂടാതെ പിന്നെ സ്പീഡ് ബോട്ട് യാത്രയുണ്ട്, ഹൗസ് ബോട്ട് യാത്രയുണ്ട്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. പിന്നെ കുട്ടികൾക്കായിട്ടും പാർക്കുണ്ട്, വിശ്രമിക്കാൻ നമുക്ക് സ്ഥലമുണ്ട്. കുട്ടികൾക്കായിട്ടല്ല, പേരൻസ് ആര് വന്നാലും അവർക്കായിട്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് നല്ലത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ സ്റ്റാച്യു. പിന്നെ അതിനിപ്പുറം കുട്ടികൾക്കുള്ളൊരു പാർക്കാണ്. അതുകൊണ്ടൊക്കെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഇരിക്കാൻ നല്ല കാറ്റാണ്. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള റൈഡും ഉണ്ട്. ഈ കായൽക്കരക്കാണ് കേട്ടോ സ്ഥലം വരുന്നത്. വീലാൻഡ് കാസർഗോഡ് തൃക്കരിപ്പൂർ. ഇതിന് നടുക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, വാഹനങ്ങൾ പോകുന്നുണ്ട്. അതിനപ്പുറം ഇപ്പുറം ഇതേപോലെ ഒരു സ്ഥലം. സ്പീഡ് ബോട്ടും ഉണ്ട്, ഹൗസ് ബോട്ടും ഉണ്ട്. നമ്മൾ സ്പീഡ് ബോട്ട് പോയിരുന്നു. സ്പീഡ് ബോട്ടിന് 200 രൂപ ടിക്കറ്റ്. സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ പോയ പൈസയ്ക്ക് 750 രൂപയായാലും 500 രൂപയായാലും 300 രൂപയായാലും ഒക്കെ അടിച്ചു പൊളിച്ചു വരാൻ പറ്റുന്നത്. മുതിർന്നവർക്കൊക്കെ വേറെ റൈഡുകളുണ്ട് കേട്ടോ. അഡ്വഞ്ചർ ആയിട്ടുള്ളതും ഉണ്ട്. വേണ്ട സെലക്ട് ചെയ്യാം. എല്ലാത്തിലും കയറാം. അപ്പോൾ അതോടെ ചെറുതായതുകൊണ്ട് തന്നെ അവന് ഫുൾ ഞാൻ വെള്ളത്തിൻ്റെയാണ് എടുത്തത്. അവന് 300 രൂപ ആയത്. ആരെങ്കിലുമൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിസ്മയിന്ന് കണ്ണൂരിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കാസർഗോഡ് വരെ പോകാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കണം. സൂപ്പറാണ്. ഈ പകലത്തേനേക്കാളും രാത്രിയുള്ള കാഴ്ച സൂപ്പറായിരുന്നു. വാട്ടറും ലൈറ്റും ഒക്കെ ആയിട്ട് 10 മണി വരെ എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതുകൊണ്ടാണ് അവിടെ ഓരോ മുക്കും മൂലയും കണ്ടുപിടിച്ച് നടന്നിട്ടുണ്ട്. എല്ലാ സ്ഥലവും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ വൈസ്റ്റാളും കയറിയിട്ടുണ്ട്. വേണ്ടുന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. എല്ലാവരോടും ചെറുപറ സംസാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് മുന്നേ കയറിയത് അവിടെയായിരുന്നു. പൊട്ടറ്റോ ചീസ് എന്തോ അത് വേണമെന്ന് പറഞ്ഞിട്ട്, പൊട്ടറ്റോൻ്റെ എന്തോ ആണ് ഓർമ്മയില്ല, അത് വേണമെന്നൊക്കെ വാങ്ങിക്കൊടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് വിശപ്പും, വെള്ളത്തിനിറങ്ങും, കയറി വരുമ്പോൾ വിശപ്പും. പിന്നെ അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് അത് വാങ്ങിക്കൊടുത്തു. പിന്നെ അതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരുന്നു. അതുകൂടെ ഫുൾ വെള്ളത്തിലായിരുന്നു, വേറെ റൈഡൊന്നും കയറിയില്ല. ഊഞ്ഞാലാടി, പാർക്ക് കുറേ കഴിച്ചു. സൺസെറ്റായി, അങ്ങനെ വൈകുന്നേരമായി. ഈ സമയത്ത് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന ട്രിപ്പ് ഉണ്ടായിരുന്നു, ഫാമിലിയായിട്ട് വരുന്നവരുണ്ടായിരുന്നു. ഒക്കെ നല്ലൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളിവിടെ ഇരുന്നു, പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ചു. ഓരോ കുട്ടികളും നന്നായിട്ട് അടിച്ച് പൊളിച്ചു. അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് പോയത്. എല്ലാവർക്കും ഇഷ്ടമായൊരു ട്രിപ്പായിരുന്നു അത്. അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രിയായി. അവിടെ നിന്ന് മടങ്ങി. സൂപ്പർ ആംബിയൻസും ലൈറ്റിങ്ങൊക്കെ 3D ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതിൽ കയറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോകാൻ ആഗ്രഹിക്കുന്നവർ പോയിട്ട് വന്നിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.